അല്ല അന്ന് ജനനായകൻ കാണണമെന്നല്ലേ പറഞ്ഞത്. ഇപ്പം ദൃശ്യം 3യുടെ ട്രെയിലർ കണ്ടിട്ട് ഇവരൊക്കെ പറയുന്നു ദൃശ്യം 3 കാണണമെന്ന്. എന്ത് ചെയ്യണം? നമുക്ക് ജനനായകൻ തന്നെ കാണാം, അത് യാതൊരു മാറ്റവും ഇല്ല. ആദ്യം നമുക്ക് ജനനായകൻ ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷ നമുക്ക് കുറെ ദിവസം വെയിറ്റ് ചെയ്യാം. കുറച്ചു പേര് ജനനായകന് പോണം, കുറച്ചു പേര് ദൃശ്യം 3ക്ക് പോകണം. അല്ല അങ്ങനെ അങ്ങനെ കാണുകയല്ല, ഒരു സിനിമ കാണണം. എനിക്ക് ജനനായകൻ കാണണം, എനിക്ക് ജനനായകൻ കാണണം. അത് ഇറങ്ങുമില്ലെന്ന് ഉറപ്പില്ല, അതുവരെ വെയിറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വെയിറ്റ് ചെയ്യാം, നേരത്തെ റിലീസ് ചെയ്യാൻ അതൊക്കെ വിജയനെ വിളിച്ച് പറഞ്ഞല്ലോ. വിജയെ വിളിച്ചു പറയാം, സിനിമ നേരത്തെ റിലീസ് ചെയ്യാം. അത് നല്ല ഐഡിയ ഇല്ലേ? നല്ല ഐഡിയ. അപ്പൊ ഓരോ ഞായറാഴ്ച വന്ന് പെട്ടെന്ന് കടന്നു പോവല്ലോ ദിവസങ്ങള്. അപ്പൊ നമുക്ക് വിജയ് സാറിന് ഒരു റിക്വസ്റ്റ് അയക്കാം വിജയ് സാറിന്. അപ്പം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വിജയ് സാറിന് ഇപ്പൊ തിരക്കാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മളെ റിക്വസ്റ്റ് ഒന്ന് കേൾക്കണം. ഈ കുറച്ച് ആൾക്കാർ ഇവിടെ ഈ ജനനായകൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ 1 മാസത്തോളമായി വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാറ് ഒന്ന് ഇടപെട്ട് ആ സിനിമ ഞാൻ പറയട്ടെ. അപ്പോൾ സാറൊന്ന് ഇടപെട്ട് ജനനായകൻ ഒന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യണമെന്ന് കേരളത്തിലെ ഈ നമ്മളല്ലേ ഇളയ ദളപതി വിജയ് ജോസഫ് വിജയുടെ ഫാനാണ്. അതെ, അപ്പോൾ കേരളത്തിലെ ഈ സാറിൻ്റെ ഫാൻ ബോയ്സ് എല്ലാം കൂടെ ആവശ്യപ്പെടുകയാണ് അല്ലേ? അപ്പോഴാണ് വിജയ് ഫാൻ്റെ സെക്രട്ടറി ഇവിടുത്തെ അല്ലേ? വിജയുടെ അതെ. അപ്പൊ വിജയ് സാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവായിട്ട് ഈ ജനനായകൻ പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അപ്പൊ കൈയടിച്ച് പാസ്സാക്കല്ലാരും.